ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ്. അപ്പൊ ഇതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പീരിയോഡിക് ടേബിളിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പഠിക്കുന്നുണ്ട്. പീരിയോഡിക് ടേബിൾ അഥവാ ആവർത്തന പട്ടിക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം. അപ്പോ നിങ്ങൾ കഴിഞ്ഞ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. മാറ്റർ അഥവാ പദാർത്ഥങ്ങൾ എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? തന്മാത്രകൾ അഥവാ മോളിക്യൂൾസ് വെച്ചാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മോളിക്യൂളുകളെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. മോളിക്യൂളുകളെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആറ്റംസ് കിട്ടും. അപ്പോ ഡയറ്റന്റെ അറ്റോമിക് തിയറി പറയുന്നത് ആറ്റംസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് മേക്ക് അപ്പ് ദി മാറ്റർ. മാറ്റർ ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ആരാണ്? ആറ്റം ആണ്. ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അവസാനം പഠിച്ചെത്തി നിൽക്കുന്നത് ഏത് മോഡലിലായിരുന്നു? ബോർ മോഡൽ ഓഫ് ആറ്റത്തിലായിരുന്നു. ആറ്റത്തിന്റെ ബോർ മാതൃകയിൽ. അപ്പൊ ആ ബോർ മോഡൽ ഒന്ന് ഓർത്തെടുത്തേ. എങ്ങനെയായിരുന്നു ബോർ മോഡൽ? ബോർ മോഡൽ പറയുന്നത് ഒരു ആറ്റത്തിന്റെ ഏറ്റവും കേന്ദ്രഭാഗമായ അതിന്റെ സെന്ററിൽ ആരുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ആരൊക്കെ സ്ഥിതി ചെയ്യുന്നത്? പ്രോട്ടോൺസും അതുപോലെ തന്നെ ന്യൂട്രോൺസും. പ്രോട്ടോൺസിന്റെ ചാർജ് എന്തായിരുന്നു? പോസിറ്റീവ് ചാർജ് ആയിരുന്നു. ന്യൂട്രോൺസിന്റെ ചാർജ് എന്തായിരുന്നു? അവർ ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ആണ്, അവർ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന്റെ മൊത്തം ചാർജ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് എന്തായിരിക്കും മൊത്തം ചാർജ്? പോസിറ്റീവ് ചാർജ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ആണ് ഒരു ആറ്റത്തിന്റെ ഏറ്റവും നടുഭാഗത്ത്, അതിന്റെ സെൻട്രൽ പോർഷനിൽ ഉണ്ടാകുന്നത്, സെൻട്രൽ ന്യൂക്ലിയസ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രോട്ടോണും ന്യൂട്രോണും അതിന്റെ അകത്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ആരെ നമ്മൾ വിട്ടുപോയി? ഇലക്ട്രോൺസിനെ നമ്മൾ പറഞ്ഞില്ല. നമ്മുടെ ഇലക്ട്രോൺസ് എവിടെയാണ് ഇരിക്കുന്നത്? ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എന്നാണ് നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് പഠിച്ചത്. വെറുതെ അവിടെ ഇവിടെ അല്ല ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ബോർ മോഡൽ അനുസരിച്ച് ന്യൂക്ലിയസിന്റെ ചുറ്റും ഓർബിറ്റലുകളിലാണ്, അല്ലെങ്കിൽ ഓർബിറ്റ്സിലാണ് ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്നത്. ന്യൂക്ലിയസിൽ നിന്നും അകലേക്ക് മാറും തോറും ഓർബിറ്റുകളുടെ എണ്ണം കൂടുന്നു. അതുപോലെ തന്നെ ഓരോ ഓർബിറ്റിന്റെയും എനർജി ന്യൂക്ലിയസിൽ നിന്നും ദൂരോട്ട് പോകും തോറും കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? അവരുടെ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. എനർജി ഇൻക്രീസസ് മൂവിങ് ഫ്രം നിയർ ടു ഫാർ. അടുത്ത് നിന്ന് ദൂരേക്ക് മാറും തോറും ഓരോ ഓർബിറ്റിന്റെയും എനർജി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്നത് ഓർബിറ്റിൽ ആണെന്ന് പറഞ്ഞു. ബോർ ആ ഓർബിറ്റിന്റെ മറ്റൊരു പേര് കൂടെ കൊടുത്തു. ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? ഷെൽ എന്നാണ് ബോർ. ഇപ്പോൾ ബോർ മോഡൽ അനുസരിച്ച് ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്ന ഓർബിറ്റുകളെ അദ്ദേഹം മറ്റൊരു പേര് കൂടെ കൊടുത്തിരുന്നു. അതാണ് ഷെൽസ്, അല്ലെങ്കിൽ ഊർജ നിലകൾ, എനർജി ലെവൽസ്. രണ്ട് വാക്കുകളുണ്ട്, ഓർത്തിരിക്കുക. ഷെൽസ് അഥവാ എനർജി ലെവൽസ്, ഊർജ നിലകൾ. അപ്പൊ ഈ ഊർജ നിലകൾ അല്ലെങ്കിൽ ഷെല്ലുകളിലാണ് ബോർ മോഡൽ അനുസരിച്ച് നമ്മൾ ഇലക്ട്രോണുകളെ ഒരു ആറ്റത്തിന്റെ അകത്ത് ഫില്ല് ചെയ്യുന്നത് അവരുടെ ഷെല്ലുകളിലാണ് അഥവാ എനർജി ലെവലുകളിലാണ്. അപ്പോ ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഈ ഓരോ ഷെല്ലുകളുടെയും എനർജിയും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണിനെ വെച്ച് ഫില്ല് ചെയ്യാം എന്നുള്ളതിന് നമ്മളൊരു ഫോർമുല 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഷെൽ ഈസ് ഈക്വൽ ടു 2n². ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഷെല്ല് അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് കെ ഷെൽ. ഓർക്ക് ആൽഫബറ്റ്സിലെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ കെ ആണ് നമ്മൾ ഷെല്ലുകളിലെ നെയിമിംഗ് സമയത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ കെ ഷെൽ അതായത് ഫസ്റ്റ് ഷെല്ലിൽ n എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് എത്ര അതിന്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാം? 2 × 1² = 2. അപ്പൊ ആദ്യത്തെ ഷെല്ലായ കെ ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോൺസിനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ഷെല്ല് നോക്കാം. രണ്ടാമത്തെ ഷെൽ കെ കഴിഞ്ഞ് അടുത്ത ഷെൽ ഏതാണ്? എൽ ഷെൽ. എൽ ഷെല്ലിൽ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2n² വെച്ചിട്ടാണെങ്കിൽ 2 × 2² എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ മാക്സിമം വെക്കാം? 8 ഇലക്ട്രോണുകളെ മാക്സിമം ഉൾക്കൊള്ളാം. അടുത്ത മൂന്നാമത്തെ ഷെല്ല് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഷെൽ എന്ന് പറയുമ്പോൾ എം ഷെൽ. അപ്പൊ അവിടെ n എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3. 2 × 3² = 18. അപ്പൊ മൂന്നാമത്തെ ഷെല്ലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ 18 ഇലക്ട്രോണുകളെ മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഈ മോഡൽ വരെയാണ്, ബോർ മോഡൽ വരെയാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. ബോർ മോഡൽ എന്ന് പറയുന്നത്
ആറ്റം മോഡലിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ്, ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാതൃകയാണ് ബോർ മോഡൽ. അതേസമയം നമ്മൾ ബാക്കിയുള്ള മോഡലുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും ബോർ മോഡലിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്തായിരുന്നു? പുതുതായി ഷെൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ബോർ മോഡലിലാണ്. ഇനി ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു മോഡലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ഒരു ആറ്റത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഷെല്ലുകൾ മാത്രമല്ല ഉണ്ടാകുന്നത്, അതിന് സബ് ഷെല്ലുകളും ഉണ്ടാകും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെല്ലുകളെ കുറിച്ചല്ല, അതിന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന സബ് ഷെല്ലുകളെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഷെല്ലുകളാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ് ഷെല്ലിനെ കുറിച്ചാണ്. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ കാൽഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 9ാം ക്ലാസ്സിൽ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. കാൽഷ്യമിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. കോൺഫിഗറേഷൻ എങ്ങനെയാണ് നിങ്ങൾ എഴുതിയത്? 2, 8, 8, 2. എങ്ങനെയാണ് നിങ്ങൾ കാൽഷ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഇപ്പൊ എത്ര ഷെല്ലുണ്ട്? 1, 2, 3, 4. 4 ഷെല്ലുകളിലായിട്ടാണ് 20 ഇലക്ട്രോണുകളെ കാൽഷ്യത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഷെല്ലിൽ നമ്മുടെ ഫോർമുല അനുസരിച്ച് എത്ര ഇലക്ട്രോണുകൾ എടുക്കായിരുന്നു? 2 ഇലക്ട്രോണുകൾ എടുക്കായിരുന്നു. അത് നമ്മളുടെ 2 എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഷെല്ലിൽ പറഞ്ഞു മൊത്തം 8 ഇലക്ട്രോണുകൾ എടുക്കാമെന്ന്. ആ 8 നമ്മളിവിടെ എഴുതി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഷെല്ല് നമ്മൾ നോക്കിയപ്പോൾ 2 × 3² അപ്പൊ എത്രയായി? 18 ആയിരുന്നു അവിടെ നമുക്ക് കിട്ടിയ ഉത്തരം. അപ്പൊ 18 ഇലക്ട്രോണിനെ നമുക്ക് മൂന്നാമത്തെ ഷെല്ലിൽ എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ എത്ര ഇലക്ട്രോണുകളെ മാത്രമേ കാൽഷ്യത്തിൽ എഴുതിയിട്ടുള്ളൂ? 8 ഇലക്ട്രോണുകളെ മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ബാക്കി 2 ഇലക്ട്രോൺ അതിൽ ഉൾക്കൊള്ളിക്കാതെ നമ്മൾ എവിടെ എഴുതിയത്? 4ാമത്തെ ഷെല്ലായ N ഷെല്ലിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്? അതിന്റെ കാരണമാണ് നമ്മൾ ഈ വർഷം ഈ 1ാമത്തെ ചാപ്റ്ററിൽ കൂടെ പഠിക്കാൻ പോകുന്നത്. കാരണം ഇലക്ട്രോണുകളെ നമ്മൾ നിറയ്ക്കുന്നത് ഷെല്ലുകളിലല്ല, പകരം സബ് ഷെല്ലുകളിലാണ്. അപ്പോൾ ഒരു ആറ്റത്തെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഷെല്ലുകളുടെ ഉള്ളിൽ തന്നെ ഓരോ ഷെല്ലുകൾക്കും സബ് ഷെല്ലുകൾ ഉണ്ടാവും, അഥവാ ഉപ ഊർജ തലങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ആദ്യത്തെ ഷെല്ല് നോക്കുകയാണ്. ആദ്യത്തെ ഷെല്ല് നമ്മൾ കൊടുത്ത പേരെന്തായിരുന്നു? കെ ഷെൽ. അപ്പോൾ കെ ഷെല്ലിനെ നമുക്ക് ഒരു സബ് ഷെല്ലായിട്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഷെല്ലായ കെ ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ട്? ഒരേ ഒരു സബ് ഷെൽ മാത്രമേ ഉള്ളൂ. ആ സബ് ഷെല്ലിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് എസ് സബ് ഷെൽ. ഓർക്കുക, നമ്മൾ ഷെല്ലുകൾ എഴുതിയപ്പോ ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചതെങ്കിൽ സബ് ഷെൽ എഴുതുമ്പോൾ ആൽഫബറ്റ്സിലെ സ്മോൾ ലെറ്റേഴ്സ് വേണം ഉപയോഗിക്കാൻ. അപ്പൊ എസ് നിങ്ങൾ വലിയ ക്യാപിറ്റൽ എസ് എഴുതാൻ പാടില്ല, സ്മോൾ എസ് വേണം എഴുതാൻ. ഫസ്റ്റ് ഷെല്ലിന്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് ഷെല്ലിലോട്ട് പോവാം. സെക്കൻഡ് ഷെൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസും അതിന്റെ അടുത്ത് ഫസ്റ്റ് ഷെല്ലായ കെ ഷെൽ, അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ഷെൽ, അതാണ് നമ്മുടെ എൽ ഷെൽ. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ നമുക്ക് എത്ര സബ് ഷെൽസ് ഉണ്ട്? രണ്ടാമത്തെ ഷെല്ലിൽ നമുക്ക് 2 സബ് ഷെൽസ് ഉണ്ട്. ഒന്ന് എസും അടുത്തത് പിയും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഷെല്ലിനെ 2 ആയിട്ട് വേർതിരിക്കാം. ഒന്ന് എസ് സബ് ഷെൽ എന്നും 2 പി സബ് ഷെൽ എന്നും. അടുത്തത് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ല് നോക്കാം. അതിൽ എത്ര സബ് ഷെൽ ഉണ്ടാവും? 3 സബ് ഷെൽസ് ഉണ്ടാവും. എസ് പി ഡി. മൂന്നാമത്തെ ഷെല്ലിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. എസ് പി ഡി എന്നീ സബ് ഷെല്ലുകളായി തിരിക്കാം. നാലാമത്തെ ഷെൽ ഇതുപോലെ നോക്കുകയാണെങ്കിൽ 4 സബ് ഷെൽ ഉണ്ടാവും. അതിനെ നമുക്ക് എസ് പി ഡി എഫ് എന്നീ പേരുകൾ കൊടുത്ത് തിരിക്കാം. അപ്പൊ ഇതിൽ നമുക്ക് നോക്കി വെക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഷെല്ലിന്റെ നമ്പർ എന്താണോ അത്ര തന്നെയായിരിക്കും ആ ഷെല്ലിന്റെ അകത്ത് ഉണ്ടാവുന്ന സബ് ഷെൽ. ആദ്യത്തെ ഷെല്ലിൽ എത്ര സബ് ഷെല്ലേ ഉള്ളൂ? 1 സബ് ഷെല്ലേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെൽ വന്നു? 2 സബ് ഷെൽ വന്നു. മൂന്നാമത്തേല് 3 സബ് ഷെല്ലും വരും. നാലാമത്തേല് 4 സബ് ഷെൽസും വരും. അപ്പൊ ഇത് ഓർത്തിരിക്കുക. എത്രയാണോ ഷെല്ലിന്റെ നമ്പർ അത് തന്നെയായിരിക്കും അതിന്റെ അകത്ത് വരുന്ന സബ് ഷെല്ലിന്റെ എണ്ണം. ഇനി മറ്റൊരു കാര്യം നോക്കാം. നമ്മളിവിടെ ഫസ്റ്റ് ഷെല്ലില് 1 സബ് ഷെല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് നമ്മുടെ എസ് സബ് ഷെല്ലാണ്. എസ്. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് എസും പിയും ആണെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ നോക്കിയേ, നമുക്ക് ഫസ്റ്റ് ഷെല്ലിലും എസ് ഉണ്ട്, രണ്ടാമത്തെ ഷെല്ലിലും എസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവരെ എങ്ങനെ വേർതിരിച്ചു പറയാം? അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ആദ്യത്തെ ഷെല്ലിന്റെ എസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് 1s എന്ന് വിളിക്കാം. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിലെ എസിനെ എന്തെന്ന് വിളിക്കും? 2s എന്ന് വിളിക്കും. പി നോക്കിയേ, രണ്ടാമത്തെ ഷെല്ലിലും പി ഉണ്ട്, മൂന്നാമത്തെ ഷെല്ലിലും പി ഉണ്ട്. അപ്പൊ നമുക്ക് പി യെ വേർതിരിക്കാനും എന്ത് ചെയ്യാം?
ഫ്രണ്ടിൽ അതിന്റെ ഷെല്ലിന്റെ നമ്പർ എന്താണെന്ന് സൂചിപ്പിക്കാം. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിലെ പീനെ നമ്മൾ എന്തെന്ന് വിളിക്കും? 2p എന്ന് പറയും. അതേപോലെ മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ 3p. അപ്പൊ ഇതെന്തായി? 3s. ഇവിടെ മൂന്നാമത്തെ ഷെല്ലിൽ വന്നപ്പോൾ നമുക്ക് വീണ്ടും d വന്നു, d സബ് ഷെൽ വന്നു. നാലാമത്തെ ഷെല്ലിലും ഉണ്ട് d സബ് ഷെൽ. അപ്പൊ അവരെ നമുക്ക് വേർതിരിക്കാൻ എന്ത് ചെയ്യാം? ഇതുപോലെ അവരുടെ ഷെല്ലിന്റെ നമ്പറിനെ അതിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ തേർഡ് ഷെല്ലിലെ d നമുക്ക് 3d എന്ന് വിളിക്കാം. നാലാമത്തെ ഷെല്ലിലെ d നമുക്ക് 4d എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എഴുതിക്കുന്നതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നാലാമത്തെ ഷെല്ലിൽ നമുക്ക് 4 സബ് ഷെൽസ് ഉണ്ട്. 4s, 4p, 4d, 4f. ഓക്കെ, ആദ്യത്തെ ഷെല്ലിനെ നമുക്ക് ഒന്നായിട്ടേ തിരിക്കാൻ പറ്റുള്ളൂ. അതിൽ ഒരേ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, 1s. രണ്ടാമത്തെ ഷെല്ലിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, 2s ഉം 2p. മൂന്നാമത്തെ ഷെല്ലിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, 3s, 3p, 3d. നാലിനെ നാലായിട്ട് തിരിക്കാം, 4s, 4p, 4d, 4f. നമ്മുടെ ഷെല്ലുകളിൽ നിന്നും സബ് ഷെല്ലിന്റെ ഉള്ളിലേക്ക് എത്തിക്കണം. ഇനി നമുക്ക് ഇലക്ട്രോൺ. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഷെല്ലുകളിലല്ല ഇലക്ട്രോണുകളെ നമ്മൾ എവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഷെല്ലിന്റെ ഉള്ളിലുള്ള സബ് ഷെല്ലിന്റെ ഉള്ളിലാണ് ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എസ് സബ് ഷെല്ലിൽ നമുക്ക് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ ആയിരിക്കാം ഫില്ല് ചെയ്യാൻ പറ്റുന്നത്? എസ് സബ് ഷെല്ലിൽ നമുക്ക് ഏറ്റവും കൂടി പോയാൽ 2 ഇലക്ട്രോൺസിനെ മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം പി സബ് ഷെല്ലിൽ നമുക്ക് മൊത്തം എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാം? 6 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാം. ഡി സബ് ഷെല്ലിൽ നമുക്ക് 10 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാം. എഫ് സബ് ഷെല്ലിൽ നമുക്ക് 14 ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാം. അപ്പൊ ഈ ടേബിൾ ഒന്ന് എല്ലാവരും ബുക്കിൽ എഴുതിയെടുക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കേണ്ടതാണ്. എസിൽ 2 ഇലക്ട്രോൺസിനെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിയിൽ നമുക്ക് 6 ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യാം. ഡിയിൽ 10ഉം എഫിൽ 14 ഇലക്ട്രോണുകൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഷെല്ലിലേക്ക് വരികയാണ്. ആദ്യത്തെ ഷെല്ല് നമുക്ക് നോക്കാം, കെ ഷെൽ. അതിൽ എത്ര സബ് ഷെൽ ഉണ്ട്? നേരത്തെ ഞാൻ പറഞ്ഞു, സബ് ഷെല്ലിന്റെ നമ്പർ എത്രയാണോ അത്രയും തന്നെ, ഷെല്ലിന്റെ നമ്പർ എത്രയാണോ അത്രയും തന്നെ സബ് ഷെൽ ആയിരിക്കും ആ ഷെല്ലിന്റെ ഉള്ളിൽ ഉണ്ടാവും. കെ ഷെല്ലിന്റെ നമ്പർ എത്രയാണ്? അത് ഫസ്റ്റ് ഷെല്ലാണ്. അപ്പൊ അതിന്റെ നമ്പർ 1 ആണ്. അപ്പൊ എത്ര സബ് ഷെല്ലേ ഉള്ളൂ? ഒരു സബ് ഷെല്ലേ ഉള്ളൂ. അതേതാണ്? 1s. അപ്പൊ നോക്ക്, കെയിൽ 1s മാത്രമേ ഉള്ളൂ. എസിൽ എത്ര ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു? 2 ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എത്ര ഇലക്ട്രോൺസ് വരും? ഇവിടെ 2 ഇലക്ട്രോൺസ് വരും. അപ്പൊ ടോട്ടൽ കെയിൽ എത്ര ഇലക്ട്രോൺസിനെ എടുക്കാൻ പറ്റുള്ളൂ? 2 ഇലക്ട്രോണിനെ എടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മുടെ ഫോർമുല വെച്ച് കണ്ടുപിടിച്ചപ്പോഴും അതേപോലെ 2 എന്നല്ലേ കിട്ടിയത്. അപ്പൊ അതിന്റെ കാരണം എന്താ? ആ 2 ഇലക്ട്രോൺ എവിടെ ഇരിക്കുന്നത്? കെയുടെ ഉള്ളിലുള്ള എസിലാണ് ഇരിക്കുന്നത്. ഇനി എൽ നമുക്ക് നോക്കാം. എൽ എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്? രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പൊ അതിന്റെ അകത്ത് എത്ര സബ് ഷെൽ ഉണ്ടാവും? 2 സബ് ഷെൽ ഉണ്ടാവും. ഏതൊക്കെയാണ്? എസ് ഉണ്ട്, പി ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിലെ എസും പിയും ആയതുകൊണ്ട് നമ്മൾ അതിനെ 2s എന്നും 2p എന്നും മാർക്ക് ചെയ്തു. അപ്പൊ എല്ലിനെ ഞാൻ 2s എന്നും 2p എന്നും വെച്ച് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇലക്ട്രോണുകളെ വെക്കാൻ പോകുന്നത്. അപ്പൊ വീണ്ടും നോക്കൂ, എസിൽ എത്ര ഇലക്ട്രോൺസിനെ വെക്കാം? 2 ഇലക്ട്രോണിനെ വെക്കാം. അപ്പൊ 2sൽ എനിക്ക് 2 ഇലക്ട്രോണിനെ വെക്കാം. പിയിൽ എത്ര ഇലക്ട്രോണിനെ വെക്കാം? 6 ഇലക്ട്രോണിനെ വെക്കാം. അപ്പൊ 2pയിൽ എനിക്ക് 6 ഇലക്ട്രോൺസിനെ വെക്കാം. അപ്പൊ ടോട്ടൽ എല്ലിന്റെ അകത്ത് എത്രയുണ്ട്? എല്ലിനെ ഞാൻ 2 ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ എസിൽ 2 എണ്ണം വെച്ചു, പിയിൽ 6 എണ്ണം വെച്ചു. അപ്പൊ ടോട്ടൽ എല്ലിന് എത്ര വെക്കാം? 8 എണ്ണം വെക്കാം. ഇത് തന്നെയല്ലേ നമ്മൾ 2 × n² എന്നുള്ള ഫോർമുല ചെയ്തപ്പോഴും കിട്ടിയത്. രണ്ടാമത്തെ ഷെല്ലിൽ 2 × 2² ചെയ്യുമ്പോൾ 8 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണിനെ വെക്കാം. അതിൽ 2 എണ്ണം എവിടെയാണ് ഇരിക്കുന്നത്? 2s എന്നുള്ള സബ് ഷെല്ലിലും ബാക്കി 6 എണ്ണം ഇരിക്കുന്നത് 2p എന്നുള്ള സബ് ഷെല്ലുമാണ്. ഇതുപോലെ എം സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കാമല്ലോ. എം എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്? മൂന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ അതിന്റെ അകത്ത് എത്ര സബ് ഷെൽസ് ഉണ്ടാവും? 3 സബ് ഷെൽസ് ഉണ്ടാവും. ഏതൊക്കെയാണ്? എസ്, പി, ഡി. മൂന്നാമത്തെ ഷെല്ലിലെ എസും പിയും ഡിയും ആയതുകൊണ്ട് ഞാൻ അതിനെ 3s, 3p, 3d എന്ന് വേർതിരിച്ചു വെച്ചു. അപ്പൊ വീണ്ടും നോക്കുക, എസിൽ എത്ര ഇലക്ട്രോൺസിനെ എടുക്കാം? 2 ഇലക്ട്രോൺസിനെ എടുക്കാം. 2 എടുക്കാം. പിയിൽ എത്ര ഇലക്ട്രോൺസിനെ എടുക്കാം? 6 ഇലക്ട്രോൺസിനെ എടുക്കാം. ഡിയിൽ എത്ര ഇലക്ട്രോൺസിനെ എടുക്കാം? 10 ഇലക്ട്രോൺസിനെ എടുക്കാം. അപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോൺസിനെ എടുക്കാം നോക്കിയേ. 2, 6, 10. മൊത്തം എത്രയായി? 18 ഇലക്ട്രോണുകളെ എവിടെ എടുക്കാം? എനിക്ക് എം എന്നുള്ള സബ് ഷെല്ലിന്റെ അകത്ത് ഷെല്ലിന്റെ അകത്ത് എടുക്കാം. അപ്പൊ എം എന്നുള്ള ഷെല്ലിൽ 18 ഇലക്ട്രോൺസിനെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടെയൊക്കെ ഇരിക്കുന്നത്? എമ്മിനെ തന്നെ 3 ആയിട്ട് തിരിച്ച് 2 എണ്ണം 3sലും 6 എണ്ണം 3pയിലും 10 എണ്ണം 3dയിലുമാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് 18 ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അപ്പൊ നാലാമത്തെ ഷെല്ലൂടെ ഒന്ന് പറയാം. നാലാമത്തെ ഷെൽ എന്ന് പറയുമ്പോൾ എൻ ഷെൽ. ഷെല്ലിന്റെ നമ്പർ 4 ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അകത്തുള്ള സബ് ഷെല്ലിന്റെ എണ്ണവും 4 ആണ്. ഏതൊക്കെയുണ്ട്? എസ്, പി, ഡി,
ഒരാളൂടെ എക്സ്ട്രാ വന്നപ്പോ എഫ് ആയി. നാലാമത്തെ ഷെല്ലിൽ ഇതായതുകൊണ്ട് നമ്മൾ അവരെ 4s 4p 4d 4f എന്ന് വേർതിരിച്ചു. ഇനി എസിൽ എത്ര എടുക്കാം? 2 എടുക്കാം, 2. പിയിൽ എത്ര എടുക്കാം? 6 എടുക്കാം, 6. ഡിയിൽ എത്ര എടുക്കുന്നേ? 10. എഫിൽ എത്ര എടുക്കാം? 14 എടുക്കാം. ഇനി നോക്കൂ, എൻ ഷെല്ലിൽ എത്ര മൊത്തം എടുക്കാം? 2 6 10 14. മൊത്തം എത്രയായി? 32 ഇലക്ട്രോണുകളെ നമുക്ക് എവിടെ എടുക്കാം? എൻ എന്നുള്ള ഷെല്ലിൽ എടുക്കാം. ആ 32 ഇലക്ട്രോൺസിനെ എങ്ങനെയാ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതിൽ എസിൽ 2 എണ്ണം, പിയിൽ 6 എണ്ണം, അതിലെ ഡിയിൽ 10 എണ്ണം, എഫില് 14 എണ്ണം. ഇങ്ങനെയാണ് ടോട്ടൽ 32 ഇലക്ട്രോണുകൾ എനിക്ക് മാക്സിമം എവിടെ വെക്കാം? എന്നില് വെക്കാം. അപ്പൊ ഈ ടേബിള് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ SPDF എന്നുള്ള സബ്ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാമെന്നുള്ള കാര്യവും നന്നായിട്ട് ഓർത്തു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് പഠിക്കും. ഇലക്ട്രോൺസിനെ സബ്ഷെല്ലുകളിൽ എങ്ങനെ ഫില്ല് ചെയ്യണമെന്നും അവരുടെ ഓർഡറും, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചോദ്യം ഇല്ലേ, കാൽഷ്യത്തിന്റെ ഒരു ചോദ്യം, എന്തുകൊണ്ടാ 18 ഇലക്ട്രോൺസിനെ വയ്ക്കാവുന്ന സ്ഥലത്ത് നമ്മൾ 8 വയ്ക്കുന്നുള്ളൂ, എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അതിന്റെ ഉത്തരവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതിലൂടെ കിട്ടും. അപ്പോൾ